എൻ്റെ നാട് മായി പച്ചക്കറാണ്. എനിക്ക് 2016 പിന്നെ ഒരു അറ്റാക്ക് വന്നിരുന്നു. അത് ഞാൻ ജോലി ചെയ്യുന്നത് റെഡിമെയ്ഡ് ഷോപ്പിലാണ്. രാവിലത്തെ സുബഹി കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ഒരു തെങ്ങൾ തുറന്നിട്ട് പോലെയിൽ കീഴിയ സമയത്താണ് ചെറിയൊരു വേദന വന്നത്. വേദനയല്ല, ചെറിയൊരു നെഞ്ചരിച്ചിൽ മാതിരി ഉണ്ടായിരുന്നു. സാധാരണ സൈലന്റ് അറ്റാക്ക് എല്ലാവർക്കും വരികയെന്ന് വെച്ചാൽ ഷുഗർ ഡോക്ടറെക്കാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് സൈലന്റ് അറ്റാക്കാണ് വന്നത്. പക്ഷേ ഡോക്ടർക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്ക് ഞാൻ എൻ്റെ ഹാർട്ട് ഒരു 3 മിനിറ്റോളം നിന്ന് പോയിരുന്നു. പിന്നെ ഇലക്ട്രിക് ഷോക്കെല്ലാം കൊടുത്തിട്ട് 4 പ്രാവശ്യം കൊടുത്ത് ശരിയായില്ല. പിന്നെ ഡോക്ടർമാർക്ക് പോയി. പിന്നെ രണ്ടാമത് അസിസ്റ്റന്റ് വന്നിട്ട് പോയതല്ലേ ഒന്നുകൂടി നോക്കാൻ ഒരു പോലും കൂടി കൂട്ടിയിട്ടാണ് അടിച്ചു നോക്കുന്നവരെ കിട്ടിയ സമയത്ത് ഡോക്ടറുടെ കൂടി വന്ന് നോക്കുന്നവരെ 3 ബ്ലോക്കുണ്ട്. 2 മെയിനും ഒരു ചെറുതാണ്. അപ്പോൾ ചെറുതാണ് നീങ്ങിയത്. പിന്നെ 2 ചെയ്യാൻ പറ്റുന്നത് ബൈപ്പാസ് ചെയ്യാൻ പറ്റണം. പക്ഷെ അത് എനിക്ക് ഇപ്പം പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടും പറഞ്ഞ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡായ കേസായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു 5-6 മാസത്തോളം ഞാൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 2017 പിന്നെ എൻ്റെ അടുത്തുള്ള ക്ലിനിക്കിൽ ഞാൻ ഒരു ആയുർവേദ ഡോക്ടർ ശ്രീദേവി ഡോക്ടർ അടുത്തൊരു കൈൻ്റെ മുട്ടിൻ്റെ ഒരു വേദന കൊണ്ട് ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ അന്നേരം എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഡോക്ടറുണ്ട് നാച്ചുറോപ്പതി. എൻ്റെ അസുഖത്തിന് ഓരോന്ന് സംസാരിച്ച് നോക്കി, ചിലപ്പോൾ അതിനെ കൊണ്ട് ക്ലിയർ ആവുന്നതാണ്. ഞാൻ അവരെ പോയി കണ്ടു. അപ്പോൾ ടെന്നീസ് എടുക്കുമെന്ന് എനിക്ക് പ്രശ്നം വന്നത്. അപ്പോൾ അത് പോയതിന് ശേഷം ഞാൻ ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് മരുന്നൊന്നുമില്ല. മെഡിക്കൽ അലോപ്പതി ഡോക്ടറോട് ചോദിച്ചാൽ പറഞ്ഞ ഇഞ്ചക്ഷനാണ് 2000 ഒരു ഇഞ്ചക്ഷന് വരും. അത് 2-3 പ്രാവശ്യം അടിക്കേണ്ടി വരുന്നു പറഞ്ഞു. അപ്പോൾ അതിന് താല്പര്യം ഞാൻ എടുത്തില്ല. ഞാൻ ആയുർവേദിക് എന്തെങ്കിലും ചികിത്സ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഡോക്ടർ ശ്രീദേവി ഡോക്ടറെ കണ്ടത്. ശ്രീദേവി ഡോക്ടറാണ് ഡോക്ടർ തന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ ചെറിയൊരു എക്സസൈസ് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു വ്യത്യാസം വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഡോക്ടറോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു അറ്റാക്ക് വന്നിട്ട് ഇത് ട്രീറ്റ്മെൻറ്റിലുള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിൻ്റെ യോഗ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മരുന്നുകളുണ്ട്, അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് വ്യത്യാസമാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ സമയത്ത് ഡോക്ടർ ഇങ്ങനെ ഇത്രയും വലിയൊരു രോഗത്തിന് അവർ പറഞ്ഞത് മരുന്ന് എനിക്ക് പറ്റുമോ എന്നുള്ളത് അന്നേരം ഞാൻ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം പിന്നെ ഈ ടെന്നീസ് കൈ ശരിക്കും മാറിയതിന് ശേഷം പിന്നെ എനിക്ക് വന്നത് കൈയിൻ്റെ വിരളം മടങ്ങിപ്പോയി കഴിഞ്ഞാൽ രാത്രി മടങ്ങിയാൽ അത് നിർത്താൻ വലിയ പ്രയാസമായിരുന്നു. സ്വിച്ചിട്ട മാതിരി ടിക് ടിക് എന്നിട്ടാണ് ഉണ്ടായത്. അതിനും ഞാൻ അലോപ്പതിൻ്റെ ഡോക്ടറോട് കാണിച്ചിട്ട് അത് ഞരമ്പിൻ്റെ ഒരു പ്രശ്നമാണ്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞു കാരണം അതിൻ്റെ ആവശ്യമില്ല, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകും. 2 ആഴ്ച കൊണ്ട് ഒരു എക്സസൈസ് പറഞ്ഞാണ് അതിനെ കൊണ്ട് പൂർണ്ണമായും മാറി. പിന്നെ അതെല്ലാം എനിക്കത് ചെറിയൊരു വ്യത്യാസം, ചെറിയൊരു വിശ്വാസം അതിൽ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് ശരീരം ഭയങ്കര ക്ഷീണം, ഒരു വയ്യായ്മ തോന്നി. അപ്പോൾ 3ാമത് ആഴ്ച ഞാൻ ഡോക്ടറോട് പറഞ്ഞ് എനിക്ക് ശരീരത്തിന് വല്ലാത്ത ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ എപ്പോഴും നോക്കുന്ന ഒരു ക്ഷീണമായിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴിയിടോ എന്ന് വെച്ചാൽ പറഞ്ഞു. അതിന് ഒരാളെ കിടത്തിയതിന് ശേഷം ഒരു ശവാസം എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു തന്നു. അപ്പം അത് ശരിക്കും മനസ്സ് കൺട്രോൾ ചെയ്തിട്ട് വേണം ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞത്. കാരണം വെച്ചാൽ ഞാൻ 2-3 പ്രാവശ്യം ചെയ്തിട്ട് ഡോക്ടർ എന്നെ മാറ്റി ചെയ്യിച്ചു. എന്നോട് പറഞ്ഞ് എൻ്റെ മനസ്സ് ശരിയില്ല, കംപ്ലീറ്റ് അത് മനസ്സ് ക്ലിയർ ആക്കിയിട്ട് ഇതിൽ തന്നെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് 2-3 തവണ അവിടെ തന്നെ കിടത്തി ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ എണീച്ചതിന് ശേഷം ഞാൻ ആളെ മാറി. കാരണം നല്ലൊരു എനർജി എനിക്ക് കിട്ടി. പിന്നെ അതിനുശേഷം പിന്നെ ഈ റോസറി ഡോക്ടറെ തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം ആദ്യം കണ്ടേരാൻ വിശ്വാസം തോന്നിയില്ല. കാരണം വെച്ചാൽ ഏജും കുറവാണ്. കാരണം വെച്ചാൽ ചെറിയൊരു ഏജിലുള്ളൊരു വ്യക്തി ഇതേമാതിരി വലിയൊരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നടക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടി ഞാൻ ആത്മാർത്ഥം ശരിക്കും വിശ്വാസം അതിലേർപ്പിച്ചു. പിന്നീട് എല്ലാ സമയത്തും ഞാൻ കൃത്യമായിട്ട് അവരോട് ചികിത്സ എടുത്തു, പറഞ്ഞു തന്ന പോലെ തന്നെ ചെയ്തു. പക്ഷേ യോഗ എന്ന് പറഞ്ഞത് കാരണം എൻ്റെ വ്യക്തിപരമായ ഇതിൽ നോക്കുന്ന സമയത്ത് അലോപ്പതി ഡോക്ടർ പറഞ്ഞ മാതിരി 3 നേരം മരുന്ന് കുടിച്ചാൽ, കാരണം ഗുളിക പിരിങ്ങി വെള്ളം കുടിച്ച് അതാണ് തീർന്നു.
അപ്പോൾ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്, കാരണം ഇതിന് ശരിക്കും മനസ്സ് എല്ലാ ഇതും വിട്ട് മനസ്സും ഇതിൽ മാത്രം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നൊരു ഇതാണ് എനിക്ക് മനസ്സിലായി. കാരണം അതേപോലെ തന്നെ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എപ്പോഴും കൺസൾട്ട് ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അറിയാത്ത കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു ബുക്ക് കൊണ്ടുപോയിട്ട് ഞാൻ എഴുതിയെടുക്കും. തീരെ മനസ്സിലാത്തതാണെങ്കിൽ അത് വരച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നോട്ട് ചെയ്യും. ആ വരച്ചത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം ഞാനത് പഠിച്ചു പോകാൻ ഡോക്ടർ എന്നോട് കിടത്തിയിട്ട് ആ ശിവാസനം ചെയ്തത് എനിക്ക് എഫക്റ്റ് ചെയ്തത് കൊണ്ട് പൂർണ്ണമായും ആ ഡോക്ടർ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ആ സമയത്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ പുസ്തകം അതിനായിട്ട് മാറ്റി വെച്ച് പറയുന്ന മാതിരി തന്നെ ചെയ്ത് അതിൽ തെറ്റുണ്ടെങ്കിൽ ഡോക്ടറെ ഞാൻ കാണിച്ചു ഞാൻ വരുന്നത്. അതിനുശേഷമാണ് ഡോക്ടർ കണ്ടത് ഞാൻ വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് ഇന്ന് വരെ എനിക്ക് 6 കൊല്ലത്തിന്റെ മേലെയായി ഇപ്പോൾ ഞാൻ ഒരു ഗുളികയും കഴിക്കാണ്ട്. കാരണം ചില ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ട്, ഇപ്പൊ ശരിക്കും നടക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഡോക്ടർ കഴിഞ്ഞതിന് ശേഷം 6 മാസത്തോളം ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്ന സമയത്ത് കുറച്ച് നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടലിൽ ഒരു കതുപ്പിലുണ്ടായിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ട് 5 കിലോമീറ്റർ ശരിക്കും സ്പീഡായിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇതുവരെ ഒരു വ്യത്യാസം കൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ പറയുന്ന മാതിരി തന്നെ ചെയ്തുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ ശരിക്കും ഞാൻ എഴുതി വെച്ചിട്ട് പല പ്രാവശ്യം ചോദിക്കും. അത് ചോദിച്ചതിന് ശേഷം കാഴ്ച ഡോക്ടറെ തമ്മാതിരി മനസ്സുണ്ട്. കാഴ്ച 1 അല്ല 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാലും അത് പറഞ്ഞു തരേണ്ട മനസ്സ് ഡോക്ടർക്കുണ്ട്. ചില ഡോക്ടർമാർ അങ്ങനെയല്ല. അലോപ്പതി ഡോക്ടർമാർ അധികം ഞാൻ കാണുന്ന വെച്ചാൽ ഒരു പ്രാവശ്യം ചോദിച്ചു 2ാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ അവരുടെ മുഖഭാവം മാറുന്നുണ്ടാവും. കാരണം അതല്ല, കാരണം ഇത് പിന്നെ ഒരു സമയത്ത് ഞാൻ ഒരു